ഹോണ്ടുറാസിലെ സിയാറ ഡെൽ മെറേൻഡൽ പർവ്വതനിരകളിൽ 10 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അപൂർവ ക്ലൗഡ് ജാഗ്വാറുകളെ കണ്ടെത്തിയിരിക്കുന്നു. ഏകദേശം 2200 മീറ്റർ ഉയരത്തിലുള്ള വനമേഖലയിൽ സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിലാണ് ഈ ആൺ ജാഗ്വാറിന്റെ ചിത്രം പതിഞ്ഞത്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയര പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതിനാലാണ് ഇവയെ ക്ലൗഡ് ജാഗ്വാറുകളെന്ന് വിളിക്കപ്പെടുന്നത്. സാധാരണയായി താഴ്ന്ന പ്രദേശങ്ങളിൽ വസിക്കുന്ന ജാഗ്വാറുകൾ കടുത്ത തണുപ്പുള്ള മലനിരകളിൽ പ്രത്യക്ഷപ്പെട്ടത് വന്യജീവി ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. വനനശീകരണവും വേട്ടയാടലും മൂലം വംശനാശ ഭീഷണി നേരിടുന്ന ഈ ജീവിവർഗത്തെ സംരക്ഷിക്കാൻ ഹോണ്ടുറാസ് സർക്കാർ നടപ്പിലാക്കിയ കർശന നടപടികളുടെ ഫലമായാണ് ഈ കണ്ടെത്തൽ. 2029ഓടെ വനനശീകരണം പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള സീറോ ഫോറസ്റ്റേഷൻ പ്ലാൻ ഇതിൽ നിർണായക പങ്കുവഹിച്ചു. 8000ഓളം സൈനികരെ കാവൽ നിർത്തി വനമേഖല സംരക്ഷിച്ചതോടെ ജാഗ്വാറുകൾക്ക് പുറമെ പ്യൂമ, ഒസലോട്ട് തുടങ്ങിയ 5 ഇനം കാട്ടുപൂച്ചകളും ഈ പ്രദേശത്ത് സജീവമായിട്ടുണ്ട്. ഇത് വനത്തിന്റെ ജൈവപരമായ വീണ്ടെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ജാഗ്വാറുകളുടെ നിലനിൽപ്പിന് വന്യജീവി ഇടനാഴികൾ അത്യാവശ്യമാണ്. മെക്സിക്കോ മുതൽ അർജന്റീന വരെ നീളുന്ന ജാഗ്വാർ കോറിഡോർ ഇനിഷ്യേറ്റീവ് എന്ന ശൃംഖലയുടെ ഭാഗമായാണ് ഈ പ്രദേശമുള്ളത്. ഇത്തരം സുരക്ഷിത പാതകൾ ഉള്ളതുകൊണ്ടാണ് വന്യജീവികൾക്ക് അതിർത്തികൾ കടന്ന് സഞ്ചരിക്കുവാനും ജനിതക വൈവിധ്യം നിലനിർത്തുവാനും സാധിക്കുന്നത്. മെക്സിക്കോയിൽ ജാഗ്വാറുകളുടെ എണ്ണത്തിൽ 10% വർധനവുണ്ടായതും അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന പുതിയ സംരക്ഷണ നിയമങ്ങളും ഈ മേഖലയിൽ വലിയ പ്രതീക്ഷ നൽകുന്നു. ഈ കണ്ടെത്തൽ കേവലം ഒരു ചിത്രമല്ല, മറിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. പന്തേര പോലെയുള്ള സംഘടനകളുടെയും സർക്കാരിന്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ഗ്വാനലസ് പോലെയുള്ള പുതിയ സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുങ്ങുകയാണ്. മേഘവനങ്ങളിലെ ഈ മടങ്ങിവരവ് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. കാട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതിലെ യഥാർത്ഥ അവകാശികൾ തന്റെ സിംഹാസനം തേടി മടങ്ങിയെത്തിയിരിക്കുന്നു.